ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജഡി വിത്ത് അമിത. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബെറ്റർ. അപ്പം ഇവിടെ എൻ്റെ കസിനാണ്. അപ്പം നമ്മളിന്ന് ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാനാണ് ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോകുന്നത്. നമ്മൾ ആൻസർ ചെയ്യും. എനിക്ക് ഇവിടെ പറ്റി ഒന്നും അറിയില്ല. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, റെഡി അല്ലേ? അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് മൈ ഡേറ്റ് ഓഫ് ബർത്ത്? ഞാനും കൂടെ ആൻസർ ചെയ്യണം. ഓക്കെ, ഞാൻ എഴുതി. അപ്പം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ 5/12/2012. 5/12. ഞാൻ ഡിസംബർ 5 എഴുതിയേ. മതി. അതുപോലെ അപ്പോൾ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഗൈസ്, എനിക്ക് അബദ്ധം പറ്റി. ഞാൻ ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ മാറ്റിയിട്ടുണ്ട്. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? ഇവർക്ക് 2 എണ്ണം ഉണ്ട്. അതിലൊരു ഒരെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം കാണിച്ചു കൊടുത്തു. അപ്പം എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ഓർ പർപ്പിൾ. പർപ്പിൾ. അപ്പം ഇത് മാർക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് കിട്ടാനല്ല. വേർ വാസ് ഐ ഇൻ പാസ്റ്റ് ടൈം? ഇതിനു മുന്നേ ഞാൻ എവിടെയായിരുന്നു? ഇവിടെ ഉള്ളതിന് മുന്നേ ഞാൻ എവിടെയായിരുന്നു? ഇവിടെ ഞാനൊരു സ്ഥലത്ത് ഇവിടെ പോയിട്ട് വന്നതാണ്. ഇവിടെ പോയിട്ടായിരുന്നു. ഇപ്പോ എവിടെയൊന്നും പോയിട്ട് ഞാൻ പണ്ട് കാലത്ത് ഒരു സ്ഥലത്താണ് പോയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ആരും എഴുതിയിട്ടുണ്ട്. അവ ഞാൻ കുവൈറ്റിലായിരുന്നു. അത് കറക്റ്റാ. അപ്പം എനിക്ക് 3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? എല്ലാം ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഗൈസ്. ഇങ്ങോട്ട് ടേബിൾ നോക്കും. ഇത് ഇവളുടെ അനിയത്തി ഇടിയോ. അപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഞാൻ 3 എണ്ണം ഉണ്ട്. ബിരിയാണി, KFC. അത് 2 ഞാൻ എഴുതിയത്. പിന്നെ മാർക്കസ് കോൺ. ഞാൻ മൂന്നാമത്തെ അതല്ല, ബിരിയാണി KFC അല്ലാണ്ട് മൂന്നാമത്തെ എൻ്റെ അൽഫാം. അത് അങ്ങ് പൊക്കോണേ കുഴപ്പമില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ അംബിഷൻ? എനിക്ക് 2 അംബിഷൻ ഉണ്ട്. പ്രോപ്പർലി എല്ലാവരും ഞാൻ 2 എഴുതുന്നുണ്ടായിരുന്നു. ഇതെന്റെ തെറ്റാൻ സാധ്യതയുണ്ട്. ചെറിയൊരബദ്ധം പറ്റി. ഇവിടെ ഈ ഒരു കുട്ടിക്കുരുപ്പ്. ഈ വീഡിയോയിനകത്ത് നമ്മളല്ലാതെ വേറെ കുറേ ആൾക്കാരെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ ചെറിയ ഇനി അടുത്തത്, വാട്ട് ഈസ് മൈ അംബിഷൻ? എഴുതിയോ? കാണിച്ചോ? അപ്പോൾ എൻ്റെ അംബിഷൻ എന്ന് വെച്ചാൽ
ഡോക്ടർ ഡോക്ടർ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓർ IAS. ഞാൻ ടീച്ചർ എഴുതിയ ഡോക്ടർ എഴുതിയ അതിന് മാർക്ക് കിട്ടൂലേ? ഓക്കെ നെക്സ്റ്റ്. ഇതുവരെ സ്കോർ ചെയ്താൽ എല്ലാത്തിലും ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ലേസ് ഫ്ലേവർ? അതിൻ്റെ കളറായാലും അതിൻ്റെ കളറായാലും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എപ്പോഴോ പറഞ്ഞതാ, ഒരു വർഷമായിട്ടുണ്ടോ? പച്ചയാണ്. Don't kill guys. അറിയില്ല, ഇത് എൻ്റെ നെറ്റ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലേസ് ഫ്ലേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളർ. ഞാൻ ചില്ലി എഴുതി, റെഡാണ് ഉദ്ദേശിച്ചത്, അത് തെറ്റിപ്പോയി. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ കറന്റ് സബ്സ്ക്രൈബേഴ്സ്? ഇപ്പം നിലവിൽ എനിക്ക് എത്ര ഉണ്ട്? ഞാൻ ഇപ്പം നോക്കിയിട്ടില്ല. ഞാൻ രാവിലെ നോക്കിയിട്ട് ഞാൻ നോക്കിയായിരുന്നു ഇനി വരുന്നതിന് മുമ്പേ. ആ എഴുതി എഴുതിയോ? ഓക്കെ, 794. എനിക്ക് 6 മാർക്ക് ആയിട്ടുണ്ട് ഇതിൽ. അടുത്തത് വാട്ട് ഈസ് മൈ ടെഡി ബെയർസ് നെയിം? എനിക്ക് ബർത്ത്ഡേക്ക് 2 പേരുടെ എനിക്ക് 2 ടെഡി ബെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 പേരുടെയും പേരുണ്ട്. രണ്ടാമത്തെ ആൾക്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഒരെണ്ണത്തിന്റെ പേര് പങ്കു. അത് കറക്റ്റാ. ഒരെണ്ണത്തിന്റെ പേര് കുങ്ങി. ഞാൻ കുങ്ങൂന്ന് എഴുതി. കുങ്ങു. 1/2 മാർക്ക് കിട്ടൂലേ? പകുതി 1 എഴുതിയാണ്. 1/2 മാർക്ക്. 9ാമത്തെ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ബ്ലാക്ക് ഡോട്ട്സ് ആർ ദർ ഇൻ മൈ ഫേസ്? എന്ന് വെച്ചാൽ എത്ര മറികൾ എൻ്റെ മുഖത്തുണ്ട്? ഒന്നുണ്ടായി, ഞാൻ കണ്ടിട്ടുണ്ട്. ഒളിഞ്ഞു നോക്കരുത്. ഓക്കെ, എത്രയാ? ഇനി പറഞ്ഞോ. 2 ഞാൻ ഒന്നിനായി പിരികത്തിന്റെ ഇവിടെ വേറെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ പിരികത്തിന്റെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്നും എക്സ്ട്രാ എഴുതി വെച്ചത്. അപ്പം അതിനെ വിട്ട് ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മൈ ഡേറ്റ് ഓഫ് ബർത്ത്? സോറി, വാട്ട് ഈസ് മൈ സ്റ്റാർ? അങ്ങനെ എന്തോ സ്റ്റാർ, നക്ഷത്രം. എൻ്റെ നക്ഷത്രം ഒന്നും എനിക്കറിയത്തില്ല. എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ എഴുതിയേക്കുന്ന. കാണുന്നുണ്ടോ? എൻ്റെ നക്ഷത്രം മകം. അപ്പം 1 2 3 4 5 6 7 8 8.5 മാർക്കാണ്. 8.5 മാർക്കാണ്. 10ൽ 8.5 മാർക്ക് കിട്ടി. നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. എനിക്ക് ഭയങ്കര എഴുതിയാൽ പകുതി എനിക്ക് ഭയങ്കര പേടിയാണ്. ഇവളുടെ ഒന്നും എനിക്കങ്ങനെ അറിയത്തില്ല. നോക്കാം. മൈ ഫേവറേറ്റ് ഫുഡ്. അതെനിക്കറിയാം. എന്തല്ലേ? ഞാൻ 2 എഴുതുന്നുണ്ട്. KFC or ബിരിയാണി? ഞാൻ ബിരിയാണി എഴുതിയിട്ടുണ്ട്. KFC അല്ലേ? AFC
എനിക്കിഷ്ടം. പക്ഷേ അതിന് മാർക്ക് കിട്ടും. ബിരിയാണി എഴുതിയോണ്ട് അത് മാർക്ക് കിട്ടും. ഇപ്പോൾ ഒരു മാർക്ക്. ഓക്കെ, നെക്സ്റ്റ്. ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. മൈ അൺലക്കി ഡേ. അതായത് എനിക്ക് ഈ വീക്കില്ലേ, സൺഡേ മൺഡേ, അതിൽ എനിക്കൊരു ഇഷ്ടമില്ലാത്തൊരു ദിവസമുണ്ട്. ഇച്ചിരി ഒന്നും എനിക്ക് ആലോചിക്കാൻ സമയം തരണം. അത് തരണം. അത് സൺഡേ. പറയുന്ന വാക്കൊക്കെ കേട്ട് എഴുതാൻ പാടില്ല കേട്ടോ. അപ്പൊ അത് ശരിയാണെങ്കിലോ? ഉണ്ടല്ലേ ഉത്തരം ഉണ്ടല്ലേ? ഏതെങ്കിലും ഒരു ദിവസം ഇതൊക്കെ തെറ്റിപ്പോട്ടെ. എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? സൂപ്പറല്ലേ? ഓക്കെ. അപ്പോൾ കണ്ണടിച്ചേ ഞാൻ ഏതെങ്കിലും കാണിച്ചോ? ആ എൻ്റെ തേഴ്സ്ഡേ. ഇപ്പുറത്ത് എനിക്ക് തേഴ്സ്ഡേ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്ക് ഇഷ്ടപ്പെടാണ്ട് ഇരിക്കാനുള്ള കാരണം ഒന്ന് എൻ്റെ സ്കോഡാണ്. എൻ്റെ അടിച്ച് വേണ്ട ദിവസമാണ് വ്യാഴാഴ്ച. പിന്നെ എനിക്ക് വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ച എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് എനിക്കെന്തോ വ്യാഴാഴ്ച ഇഷ്ടപ്പെടുന്നില്ല. നെക്സ്റ്റ്, അപ്പം അതിന് മാർക്കില്ല. നെക്സ്റ്റ്, മൈ ഫേവറേറ്റ് കളർ. എനിക്കറിയാം. മിണ്ടരുത്. ഇത്ര പർപ്പിൾ. യെസ്, പർപ്പിൾ. ഓക്കെ, നെക്സ്റ്റ്, മൈ ഡ്രീം. ഓക്കെ, ഞാൻ രണ്ടെണ്ണം വരുന്നുണ്ട്. അറിയോ? അപ്പോൾ ഞാൻ ഇതോട് പറഞ്ഞിട്ടുണ്ടാ? കണ്ടോ? എനിക്ക് ഒന്നെങ്കിൽ IAS അല്ലെങ്കിൽ ടീച്ചർ. ടീച്ചർ ചെയ്തിട്ടുണ്ടോ? ടീച്ചർ നോക്കാം. എടുത്തേ. മറ്റേതെന്തെങ്കിലും Nurse. നേഴ്സായിരുന്നു ആദ്യം ആഗ്രഹം. പക്ഷെ അമ്മ ഇപ്പം ബുദ്ധിമുട്ടുന്നുണ്ടിട്ട് ഇപ്പം നേഴ്സിനോട് താല്പര്യമില്ല. അപ്പം ടീച്ചർ മാർക്കട്ടെ. എനിക്ക് ഇന്ത്യയിൽ ഉള്ള ഒരു സ്ഥലത്ത് പോകാൻ ഭയങ്കര ആഗ്രഹം. എവിടെയാണ്? എനിക്ക് നല്ല ആഗ്രഹം. ഇവിടെ നമ്മൾ കുറേ കേൾക്കുന്ന ഒരു സ്ഥലമാണ്, തണുപ്പുള്ള സ്ഥലമാണ്. ഇത്ര ക്ലൂ എടുത്തു എനിക്ക്. ശരി, ഞാൻ രണ്ടെണ്ണം വരുന്നുണ്ട്. ആ രണ്ടെണ്ണത്തെ തണുപ്പ് ഹിമാലയം എഴുതല്ലേ? അതില്ലല്ലോ. ഓക്കെ, പറഞ്ഞോ. ഊട്ടി. ഊട്ടി. ഞാൻ കാശ്മീർ ഓർ ഊട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. കാശ്മീർ ഞാൻ ചിന്തിച്ചു തരില്ല. അല്ലെ കൊടൈക്കനാലുണ്ട്. അതിന് ആറാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഓൾഡ് ആർ യു? അല്ല, എനിക്ക് എത്ര വയസ്സുണ്ട്? ഞാനിപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞൂടെ? നിന്നെക്കാട്ട് എത്ര വയസ്സ് കൂടുതലാണെന്ന് നോക്കിയാൽ പോരെ? ഇപ്പം എത്ര വയസ്സ്? ഞാൻ ചെറിയ ഡൗട്ടുണ്ട്. രണ്ടെണ്ണം അഞ്ചോ ഓക്കെ. 13. അവധി കാണിച്ച വൈകാരുന്ന. ഫേവറേറ്റ് സബ്ജക്റ്റ്. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇതിന്റെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. അതല്ലേ? മാത്സ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്. എൻ്റെ ഈ സ്കൂളിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിലോ? ഇവിടെ ഞാൻ ഇപ്പം വേറെ സ്കൂളിലേക്ക് പോയി. ഈ സ്കൂളിൽ എനിക്ക് ചെറിയ അവരെ ഇതിന്റെ വീഡിയോ വിളിച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്തത്, ഹൗ മെനി റൂംസ് ഇൻ മൈ ന്യൂ ഹോം. ഞാൻ പറയാം. ഞാനിപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറി. അപ്പം അവിടെ എത്ര റൂം ഉണ്ടെന്നാണ് ചെറിയ ഡൗട്ട് ഉണ്ടത്. 3. കറക്റ്റാ? കറക്റ്റാ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ.
ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് സ്റ്റാർ ഓഫ് മീ. എൻ്റെ നക്ഷത്രവും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ആണ് എഴുതേണ്ടത്. ഇല്ലടാ ആ മറ്റേ ഊട്ടിന്ന് എഴുതിയില്ല, അതിന് 1/2 മാർക്കേ തരുള്ളൂ കേട്ടോ. എന്താ കാരണം 2 എണ്ണം അങ്ങനെ എഴുതാൻ പാടില്ല. ഞാൻ പറഞ്ഞ എന്നാ ഇല്ലേ നേരത്തെ എനിക്ക് മാർക്ക് തരണം. പങ്കൂന്ന് എഴുതിയ സംഭവമില്ലേ? അല്ല 1 മാർക്ക് അല്ലെ മറ്റേത് 1/2 മാർക്ക്. 1 മാർക്ക് എഴുതുന്നതാണോ 1/2 മാർക്ക് ആക്കുന്നാണോ? ഇതാണ് അവളുടെ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് August 25, നക്ഷത്രം തിരുവാതിര. തിരുവോണം. തിരുവാതിര. ഓക്കെ, സത്യം ഞാൻ കൗണ്ട് ചെയ്യാൻ വേണം. 1 2 3 4 5 6 7 8 ഓ സെയിം. എൻ്റെ സെയിമാണ്. അപ്പം ഇതിനകത്ത് പിന്നെ ഞങ്ങൾ 2 പേരാണ്. അപ്പം നമ്മൾക്ക് വൈൻഡപ്പ് പറയാൻ ഒരാളെ കൂടെ വിളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് വൈൻഡപ്പ് പറയാൻ ഇയാളും കൂടെ വരുന്നുണ്ട്. അവിടെ നോക്കി ടാറ്റ പറഞ്ഞേ ടാറ്റ. നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റ. ടാറ്റ. ബൈ.